നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന പ്രഭാസ് നായകനായി എത്തുന്ന കൽക്കി 2898 AD എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ നമ്മുടെ സ്വന്തം DQവും എത്തുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രമാണ് കൽക്കി. DQവും കീർത്തി സുരേഷും കേന്ദ്ര കഥാപാത്രമായി എത്തിയ മഹാനടിക്ക് ശേഷം നാഗ അശ്വിൻ സംവിധാനം ചെയ്യുന്ന കൽക്കി 2898 AD എന്ന ചിത്രത്തിൽ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പതുക്കോൺ എന്നിവരാണ് പ്രധാന താരങ്ങളായി എത്തുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കമൽഹാസൻ വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും കൽക്കിക്കുണ്ട്. അതോടൊപ്പം കൽക്കി എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 600 കോടി രൂപയോളമാണ്. പ്രഭാസിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് കെ പ്രൊജക്ട് എന്ന പേരിലായിരുന്നു ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്തത്. സിനിമയുടെ ടൈറ്റിൽ കഥാപാത്രമായ കൽക്കിയായാണ് പ്രഭാസ് ചിത്രത്തിൽ എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടപ്പോൾ പ്രഭാസിന്റെ കഥാപാത്രത്തിന്റെ പേര് ഭൈരവ എന്നായിരുന്നു. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലറിലും കൽക്കി ആരാണെന്ന് ഇതുവരെ ഒഫീഷ്യലായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ സിനിമയുടെ അനൗൺസ്മെന്റ് സമയത്ത് DQവും ചിത്രത്തിന്റെ ഭാഗമാവുമെന്ന് സംവിധായകൻ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഇറങ്ങിയ അപ്ഡേറ്റിലൊന്നും DQവിനെ കാണിച്ചിട്ടില്ല. ഇതിന് പിന്നാലെ DQവിന്റെ കഥാപാത്രം എന്തായിരിക്കുമെന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രമായ കൽക്കിയായി DQ എത്തുന്നുവെന്ന് റൂമർ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഈ വരുന്ന ജൂൺ 27-ാം തീയതിയാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് DQവിന്റെ നിർമ്മാണ കമ്പനിയായ വേഫാറ ഫിലിംസ് ആണ്. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ കൽക്കി എന്ന ഈ ഒരു വൻപൻ ചിത്രത്തിൽ DQ എത്തുമോ ഇല്ലയോ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.